നമ്മളെ നാട്ടിലുള്ള അധികം ഓൺട്രപ്രണേഴ്സ് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഹൈ ക്വാളിറ്റി ലീഡ്സ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സെയിൽസ് ആവുന്നില്ല കിട്ടുന്ന ലീഡ്സുകൾ എന്നുള്ളത്. അപ്പോൾ ഇപ്പം അടുത്തും കൂടി എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ ഞങ്ങളോട് വന്നിട്ട് ചോദിച്ചു എന്താ ചെയ്യുക, നല്ല ലീഡ്സ് കിട്ടുന്നില്ല. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ ഒരു വലിയ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി നടത്തുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിന് കുറേ ലീഡ്സ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങളോട് വന്ന് പറഞ്ഞത്, ഒരുപാട് പണം ചിലവാക്കി, ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഞങ്ങൾ ട്രൈ ചെയ്തു, പണം പോകുക എന്നല്ലാതെ കിട്ടുന്ന ലീഡ്സുകൾ ഒന്നും ക്വാളിറ്റി ഇല്ല. ആ ക്വാളിറ്റി ഉള്ള ലീഡ്സുകൾ അല്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും സെയിൽസായി മാറുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത് വളരെയധികം ഒരു പ്രയാസമുള്ള കാര്യമാണ് ഓൺട്രപ്രണറെ സംബന്ധിച്ച്. നമുക്കറിയാം, അതായത് ഒരു ബിസിനസ്സിൽ ഹൈ ക്വാളിറ്റി ലീഡ്സ് അതുപോലെ തന്നെ സെയിൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവൻ നിലനിർത്തുന്ന ഓക്സിജൻ പോലെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ പ്രശ്നം ഞങ്ങൾ മറികടന്നാണ്. അപ്പോൾ ആസ് എ ഓൺട്രപ്രണർ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഈ ഒരു പ്രയാസം നാട്ടിലുണ്ടെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം ഇതിൽ ഞാൻ ആ സൊല്യൂഷൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഹൈ ക്വാളിറ്റി ലീഡ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ 3 മാജിക് സ്റ്റെപ്സാണ് ഉള്ളത്. അതായത് 3 സ്റ്റെപ്സ് ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമറിന് ഒരു ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അവരെ ലീഡ്സ് കിട്ടാൻ ഒരു വെരിഫൈഡ് വാട്സാപ്പ് അക്കൗണ്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ ലീഡ്സിനെ നമുക്ക് സെയിൽസാക്കി മാറ്റാൻ നമുക്ക് നല്ലൊരു ഇറസിസ്റ്റിബിൾ ഓഫർ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഗിഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലുണ്ടാവും എന്താണ് ഇപ്പോൾ ഞാൻ ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റിലൊക്കെ ഉള്ള ആളുകളോട് നമ്മൾ ഈ ഫ്രീ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവരപ്പോൾ ചോദിക്കും, ഞാൻ ഈ ഫ്ലാറ്റും അതുപോലെ തന്നെ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ന്യായമായ ചോദ്യമാണ്, പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല. അതായത് നമ്മുടെ കസ്റ്റമർ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട് വേണം നമ്മളെ മാർക്കറ്റിംഗ് മെസ്സേജ് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അതൊരു ഫ്രീ റിപ്പോർട്ടുകളാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ ഇൻഫോർമേഷൻ, പക്ഷേ അതൊരു വാല്യുബിൾ ഇൻഫോർമേഷനാണോ, നമ്മളെ കസ്റ്റമർ എന്താണോ നമ്മളെ ആഗ്രഹം, അതല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള കസ്റ്റമർ ആരാണോ അവരെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരെ പ്രയാസങ്ങൾ തീർക്കുന്ന ഒരു ഇൻഫോർമേഷനോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനോ ആയിരിക്കണം നമ്മുടെ ഫ്രീ ഗിഫ്റ്റ്. സോ ഫോർ എക്സാമ്പിൾ നോക്കാം, നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെന്ന് വിചാരിക്കാം. അപ്പോൾ ബ്രോക്കേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് എന്തായിരിക്കും വേണ്ടിയില്ല, നമുക്ക് വിൽക്കാനുള്ള ആളുകളെ അറിയണം, ഒരു വീട് വിൽക്കാനുള്ള ആളുകളെ അറിയണം, അതുപോലെ തന്നെ വീട് വാങ്ങാനുള്ള ആളുകളെയും ലീഡ്സ് നമുക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്, കാരണം 2 കൂട്ടരെയും മുട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീട് വിൽക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ആളുകളെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ എക്സ്പീരിയൻസ് എന്ന് അറിയണ്ടാവും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പഴയ വീടുള്ള ആളുകൾ, അപ്പോൾ പഴയ വീടുള്ള ആളുകൾ അധികവും ഒരു പുതിയ വീട്, ഈ പഴയ വീട് വിറ്റിട്ട് പുതിയ വീട് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും. ഇപ്പോൾ അതിൽ ഒരു പ്രശ്നമുണ്ട്, അതായത് 2 തരം ആളുകളുണ്ടാവും അതിൽ. അതായത് പഴയ വീടുള്ളവർ പുതിയ വീട് വാങ്ങാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ടാവും പഴയ വീട് വിറ്റിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പഴയ വീട് വിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്, പുതിയ വീടിക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് ഫൈനാൻഷ്യലി കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അവർ ഭാവിയിൽ ആ വീട് വിൽക്കാൻ ഇപ്പം തൽക്കാലം ഈ നിലവിലുള്ള പഴയ വീടൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അതിൽ തന്നെ ഒന്ന് കൂടിയിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നല്ലൊരു ചാൻസ് കിട്ടുമ്പോൾ വിൽക്കാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ഈ 2 കൂട്ടരും നമുക്ക് ഹൈ ക്വാളിറ്റി ലീഡ്സാണ്. ഒന്ന് നമുക്ക് ഷോർട്ട് ടേം ആയിട്ട് പെട്ടെന്ന് അവർ വീട് വാങ്ങാൻ തയ്യാറാണ്, വേറൊരു കൂട്ടർ ഭാവിയിൽ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ആദ്യത്തെ കൂട്ടർ, അതായത് പെട്ടെന്ന് വീട് വാങ്ങാൻ ചാൻസ് ഉള്ള ആളുകൾക്ക് എന്തായിരിക്കും അറിയേണ്ടിണ്ടാവുക. അപ്പോൾ അവരെപ്പോഴും ചിന്തിക്കുന്നത് എന്തായിരിക്കും, ഈ പഴയ വീട് വിൽക്കണം, പഴയ വീട് നല്ല വിലക്ക് വിൽക്കണം, അല്ലേ? അതായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. രണ്ടാമത് അവർ ചിന്തിക്കുന്ന കാര്യം എന്താവും, ആ പഴയ വീട് നല്ല വിലക്ക് വിറ്റതിന് ശേഷം എനിക്കൊരു പുതിയ വീട് ചെറിയ വിലക്ക് നല്ല വീട് കിട്ടണം, അല്ലേ? ഈ 2 കാര്യങ്ങളെയൊക്കെ അവർ ചിന്തിക്കേണ്ട. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഒരു ഹുക്ക് അല്ലെങ്കിൽ നമ്മൾ ഫ്രീ റിപ്പോർട്ടിൽ ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കണം ലീഡായിട്ട് പോകേണ്ടത്. അപ്പോൾ ആളാണ് നമുക്ക് ഹൈ ക്വാളിറ്റി ലീഡ്സ് കിട്ടുക. അപ്പോൾ പഴയ വീടുണ്ടോ 4 കാശുണ്ടാക്കാം, ആ ഹുക്കിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. ആ ഹുക്ക് പരസ്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഫ്രീ റിപ്പോർട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ കാണുമ്പോൾ ഇവരിങ്ങനെ സ്ക്രോൾ ചെയ്യായിരിക്കും. ഈ ആളുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ പഴയ വീടുള്ള ആളുകൾ മാത്രം അവിടെ നിൽക്കും, ബാക്കിയുള്ളവരൊക്കെ അവിടെ പോകും. അപ്പോൾ എന്തായി, അത് ഹൈ ക്വാളിറ്റി ലീഡ്സായി. അപ്പോൾ ഇങ്ങനെയാണ് ഹുക്ക് ഉണ്ടാക്കുക.
അപ്പോൾ ഹുക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളെ ഭാഗം എപ്പോഴും ചിന്തിക്കണം. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കോഴിക്കോട് ഭാഗത്തുള്ളൊരു ബ്രോക്കറായി വിചാരിക്കാം. അപ്പോൾ കോഴിക്കോട് ഭാഗത്ത് വീട് വിൽക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണ്? കോഴിക്കോട്ടുകാരെ പഴയ വീടുണ്ടോ 4 കാശുണ്ടാക്കാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ആ കോഴിക്കോടുള്ള ആളുകളാണ് അവിടെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഏരിയ വൈസ് നമുക്ക് പരസ്യം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്യും, അത് കാണാനിടയാവും. അവർ അത് വായിച്ചിട്ട് പഴയ വീട്ടിലുള്ള ആളുകളൊക്കെ സ്റ്റക്കാവും. ബാക്കിയുള്ള ആളുകളൊക്കെ പോവും, കാരണം അവർക്ക് റിലേറ്റബിൾ അല്ലല്ലോ ആ ഹുക്ക്. അപ്പോൾ എന്തായി, കറക്റ്റ് ക്വാളിറ്റിയുള്ള ആളുകൾ അവിടെ നിൽക്കും. ആ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരാകാംക്ഷ ഉണ്ടാവും ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ സ്റ്റക്കായിട്ട് അവർ നമ്മൾ നെക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളെ വാട്സാപ്പിലോട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക, ആ കിട്ടിയ ഫോൺ നമ്പറിനാണ് നമ്മൾ ലീഡ്സ് എന്ന് പറയുക. വാട്സാപ്പിലേക്ക് എത്തിയതിന് ശേഷം അവർക്ക് ആ റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ടിൽ അപ്പോൾ എന്താണ് കൊടുക്കേണ്ടതെന്നായിരിക്കും നിങ്ങൾ അടുത്ത ചിന്ത. അപ്പോൾ റിപ്പോർട്ടിൽ സ്വാഭാവികമായിട്ടും എന്താണ്, പഴയ വീടുള്ള ആളുകൾക്ക് 4 കാശ് ഉണ്ടാക്കാൻ നമ്മൾ എഴുതിയിട്ട്, അതായത് ഇവരെ മൈൻഡിൽ എന്താണുള്ളത്, ഈ റിപ്പോർട്ട് വാങ്ങിയ ആളുകൾക്ക് എന്താ അറിയേണ്ടത്, ഏറ്റവും നല്ല വിലയിൽ എങ്ങനെ എൻ്റെ പഴയ വീട് വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ഇൻഫോർമേഷൻ ആവണം അതിൻ്റെ ഉള്ളിൽ. അതായത് അവരെ ഏരിയയിൽ എത്ര വില നടക്കുന്നുണ്ട്, ഇന്ന ഏരിയയിൽ ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടാവുന്ന വില, അങ്ങനത്തെ കുറച്ച് ഇൻഫോർമേഷൻസാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളപ്പോൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു വാല്യുബിൾ ഇൻഫോർമേഷനായി നിങ്ങളെ പരിചയപ്പെടും. നിങ്ങളെ ഫോൺ നമ്പറും അതുപോലെ തന്നെ നിങ്ങളെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്തായി, നിങ്ങളോടാവും കൂടുതൽ ബന്ധം. ബാക്കിയുള്ള ബ്രോക്കേഴ്സിനൊക്കെയും നിങ്ങളോട് കൂടുതൽ ബന്ധവും നിങ്ങളോട് കൂടുതൽ ട്രസ്റ്റും വരും. അപ്പോൾ ട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ സെയിൽ നിങ്ങൾക്ക് തന്നെ ലഭിക്കും. ഇനി ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പഴയ വീട് വിൽക്കുന്ന ആളുകൾ തന്നെയാണ് പുതിയ വീട് വാങ്ങാനുള്ളതും. അപ്പോൾ നമുക്ക് ഒരു ബഞ്ച് ഓഫ് ലീഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്. അതായത് 2 ആൾക്കാരും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നമ്മൾ അതിനനുസരിച്ച് ലീഡ് കറക്റ്റാക്കിയാൽ മതി. ഇനി ഒന്നാമത്തെ സ്റ്റെപ്പ് ഇപ്പോൾ കുറച്ച് ക്ലാരിറ്റി ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് വെരിഫൈഡ് ബിസിനസ് വാട്സാപ്പ് അക്കൗണ്ടാണ്. അതിപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഉണ്ടാകാം. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം. അതായത് ഒരു ബിഗിനേഴ്സിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വലിയ ടെക്നിക്കൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ വാട്സാപ്പ് ബിസിനസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ തന്നെ പരസ്യം ചെയ്യുകയും, അതായത് നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ പരസ്യം ചെയ്യുകയും ആ കിട്ടുന്ന ലീഡ്സുകൾ നമ്മൾ വാട്സാപ്പിലേക്ക് വരുത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇറസിസ്റ്റിബിൾ ഓഫറാണ്. അപ്പോൾ ഇറസിസ്റ്റിബിൾ ഓഫറിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത് ചെന്നൈയിലൊരു ലീഡിങ് ഏജൻസി വിജയിപ്പിച്ച ഒരു ക്യാമ്പയിൻ ഉണ്ട്. അപ്പോൾ ആ ക്യാമ്പയിനിൽ എന്താ അവർ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ലൊരു കാറ്, അതായത് BMW ബെൻസ് പോലത്തെ ഒരു കാർ, ആ കാർ ഇട്ടിട്ട് അവർ പരസ്യം ചെയ്ത് എന്ത്, നിങ്ങൾക്ക് പുതിയ വീട് വാങ്ങാൻ നല്ല വീട് ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങളെ കാറിൽ, അതായത് ഈ ബെൻസ് കാറിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തിട്ട് സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഫ്രീ സൈറ്റ് വിസിറ്റ്, അതായിരുന്നു പരസ്യം, തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ അതൊരു അട്രാക്റ്റീവാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യും, കറക്റ്റ് ആളുകളെ നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് എടുത്ത് സിഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. അതായത് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക, അതായത് അവരെ കാറിൽ കൊടുന്ന് അവരാ സൈറ്റ് കാണിച്ച് തിരിച്ച് കൊണ്ടുപോകുന്നവരെ നമുക്ക് അവരായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ളൊരു അവസരം കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാലാണ് സെയിൽ നടക്കുക എന്നുള്ളത്. പിന്നെ ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. അതും ഒരു വിജയിച്ച ക്യാമ്പയിനാണ്. അതായത് നിങ്ങൾക്ക് പറയാം, അതായത് ഇപ്പോൾ വീട് വാങ്ങുന്ന ആളുകൾക്ക് ഇത്ര ശതമാനം ക്യാഷ് ബാക്ക്, യഥാർത്ഥ വില ഇത്രയാണ്, ഇപ്പോൾ വാങ്ങുന്നവർക്ക് ഇത്ര ശതമാനം ക്യാഷ് ബാക്ക്. അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതുപോലത്തെ ഓഫറുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. മറ്റനേകം ഓഫറുകളുണ്ട്. അപ്പോൾ അവർക്ക് നല്ല സാധ്യത. ഇപ്പോൾ വേറെ ഒരു രസകരമായ ഓഫറും കൂടിയുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വീട് വിൽക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ബ്രോക്കറാണല്ലോ, അപ്പം എൻ്റെ ത്രൂ നിങ്ങൾ വീട് വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാസം ക്ലീനിങ് എൻ്റെ വക, വീട് ക്ലീനിങ്ങും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരുന്നുള്ളത്. അപ്പോൾ അത് നല്ലൊരു അട്രാക്റ്റീവ് ഓഫറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓഫറുകളൊക്കെ നിങ്ങൾ ചിന്തിച്ചൊക്കെ ഏതാണ് നിങ്ങളെ കസ്റ്റമർ മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ പരസ്യം ചെയ്താൽ വളരെയധികം സക്സസ്ഫുള്ളാകും. സോ നിങ്ങൾക്ക് ഈ 3 സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. അത് 2 ഡേ വർക്ക്ഷോപ്പാണ്, ഈ വരുന്ന സാറ്റർഡേ സൺഡേ. അപ്പോൾ ആ വർക്ക്ഷോപ്പ് രാവിലെ 10:30 to 12:30 2 മണിക്കൂർ സാറ്റർഡേ ഉണ്ടാവും.
സൺഡേ ഉണ്ടാവും. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ ഈ 3 സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. അതിൽ തന്നെ നിങ്ങളെ സംശയങ്ങൾ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം, നമ്മൾ മറുപടി തരുന്നതാണ്. പിന്നെ അതർ ഇൻഡസ്ട്രീസ് ലൈക്ക് എഡ്യൂക്കേഷൻ, നിങ്ങൾ ഓൺലൈൻ കോഴ്സ് വിൽക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനത്തെ ആളുകൾക്കുള്ള എക്സാമ്പിൾസ് അതിലുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ മെഡിക്കൽ ഡോക്ടേഴ്സാണോ അല്ലെങ്കിൽ ക്ലിനിക്സ് വല്ലതും നടത്തുന്ന ആളുകളാണെങ്കിൽ അവിടേക്ക് പേഷ്യൻസ് എങ്ങനെ കൊണ്ടുവരുന്നുള്ള എക്സാമ്പിൾസ് അതിലുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രോഡക്റ്റ്സ് വിൽക്കുന്ന ആളുകളാണെങ്കിൽ അതിലേക്ക് എങ്ങനെ ലീഡ് ജനറേറ്റ് ചെയ്യാം, എസ്പെഷ്യലി ബോട്ടിക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ആൻഡ് ടൂറിസം, അതായത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ ലീഡ്സ് എങ്ങനെ ലഭിക്കുക എന്നുള്ള കേസ് സ്റ്റഡീസൊക്കെ നമ്മൾ ആ വർക്ക്ഷോപ്പിൽ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പേജിലെത്തിയാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും, വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ ഐ ആം ഡോക്ടർ തസ്ലീം ഷെരീഫ്, co-founder of mentsmart. നമുക്ക് വർക്ക്ഷോപ്പിൽ കാണാം.